മൂല്യബോധമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുവാൻ ഗുരുകുലം പോലുള്ള പരിപാടികൾക്ക് സാധിക്കുമെന്ന് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ കാഞ്ഞിരപ്പള്ളി താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈലത്തടിക്കൽ നടന്ന ഗുരുകുലം 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യം പഞ്ചായത്ത് ആക്ട് വരുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നൊരു ഗ്രാമസഭ വിളിക്കുമ്പോൾ 10-200 പേര് 2 വീട് 4 വീട് ഒരു വാർഡിൽ കൊടുക്കണം. പഞ്ചായത്തിൽ കൊടുക്കുന്ന 10 പേരില്ല. അപ്പം അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ ഉന്നതി എന്ന് പറയുന്ന ആ കോളനിക്ക് പകരമായി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അന്നത്തെ കാലത്തും നമുക്ക് ഈ പശു വളർത്തല് അല്ലെങ്കിൽ കോഴി വളർത്തൽ എല്ലാം ഈ പറഞ്ഞ അതിർത്തി വളർത്തൊക്കെ ഞാൻ ഒരുപാട് തീർത്തിട്ടുള്ളതാണ്. കോഴി അവിടെ കയറി ചോറ് കുത്തിക്കൊണ്ട് പോയി പശു അപ്പുറത്ത് ചവിട്ടി പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ള ആളായിരുന്നു. എന്നെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ നല്ല നിശ്ചയം, അതോടൊപ്പം വികസന കാര്യങ്ങൾ, സാധാരണക്കാരുടെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ വികസന സങ്കല്പങ്ങൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ഒറ്റ കാര്യം കൂടെ ചെയ്യണം. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും എത്ര വീടുകളുണ്ട്, ആ വീടുകളൊക്കെ ഏത് പഞ്ചായത്തിലാണ്, എത്ര കോളനികളുണ്ട്, ആ കോളനികളിൽ എത്ര വീടുകളുണ്ട്. നിങ്ങൾ ഒന്നും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ആരെങ്കിലും നേതാക്കന്മാരോ ഞാൻ നേരിട്ടൊരു ബൈക്കിലോ എന്റെ ചെറിയ വണ്ടിയുണ്ട് അതെല്ലാം ഞാൻ വന്നേക്കാം. എത്ര മലമുകളാണെങ്കിലും വന്നേക്കാം, ഒറ്റ പ്രശ്നമില്ല. കൃത്യമായി പഠിച്ചിട്ട്, കാരണം പഠിക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധാരണ രാഷ്ട്രീയക്കാരുടെ കൈ വീഴ്ചയെല്ലാം പോകും. അങ്ങനെയല്ല. എന്റെ പഞ്ചായത്ത് ഞാൻ പ്രസിഡന്റ് ആയിട്ട് ഞാൻ പഞ്ചായത്ത് എന്റെ കക്ഷിപ്പെട്ടവർക്ക് തുടർച്ചയായി 30 വർഷം ഭരിക്കാനുള്ള സാഹചര്യമുണ്ട് ബാങ്കിൽ. അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയത്തിന്റെ പേര് മാത്രമല്ല, നമ്മൾ അവരെ ചേർത്ത് നിർത്തിയതുകൊണ്ടാണ്, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പരമാവധി ചെയ്തു കൊടുത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊച്ചുകുട്ടികൾ. യൂണിയൻ പ്രസിഡന്റ് MP ബാബു അധ്യക്ഷത വഹിച്ചു. ചിരിയും ചിന്തയും ചരിത്ര പഠനവും പഠനത്തോടൊപ്പം കൂട്ടിച്ചേർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയും സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഭ നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ് ഗുരുകുലമെന്നും സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സജീവ് പറഞ്ഞു. യൂണിയൻ സെക്രട്ടറി PD ദിലീപൻ നിവേദന സമർപ്പണം നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ മഹിളാ സമാജം സെക്രട്ടറി ടിൻഡു മോൾ, യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാജി കട്ടപ്പുറം, CP രാജപ്പൻ, മഹിളാ സമാജം പ്രസിഡന്റ് സുധർമ്മ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് MG യൂണിവേഴ്സിറ്റി മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറും മോട്ടിവേഷൻ ട്രെയിനറുമായ എലിക്കുളം ജയകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമാപന സദസ്സ് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ T രാജ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മഹിളാ സമാജം സംസ്ഥാന DB അംഗം ശോഭ സുനിൽ, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സിന്ധു ഹരിദേവ്, യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം PK പ്രദീപ്, ബിജു തടത്തിപ്പറമ്പിൽ, യൂണിയൻ ട്രഷറർ VV രവി, യുവജന വിഭാഗം സംസ്ഥാന DB അംഗം ദേവിക ദിലീപ്, ചെല്ലപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ഗുരുകുലത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് V അജയകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാസന്ധ്യയും നടന്നു.